ഈ ഈ വീക്കിൽ നമുക്ക് മറ്റേ ഒരു ആന്റിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വീക്ക് എന്ന് പറയുമ്പോൾ 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെ, ഫെബ്രുവരി 23 ടു 27 വരെയുള്ള ഡേറ്റിലെ ഒരു ആന്റിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ സൈഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു റിജക്ഷൻ ക്യാൻഡലിന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗണിലോട്ട് ഫാൾ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കൊരു ഡൗൺ സൈഡ് ഒരു ക്ലോസ് തന്നിട്ടില്ലെങ്കിലും, അതായത് ഈ ഒരു സ്വിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യെസ്, ഈ ഒരു സ്വിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് കിട്ടിയിട്ടില്ല, ഇവിടെ നമുക്കൊരു സ്വീപ്പ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ അതൊന്ന് കൺസിഡർ ചെയ്യണം, ഇവിടെ ഒരു സ്വീപ്പ് ആണുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലെ ഒരു മാർക്കറ്റ് ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഡെയിലി ടൈം ഫ്രെയിമിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിക്ക് വെച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇൻഡിസിഷൻ ആയിട്ടുണ്ട്. അഗെയിൻ ഒരു നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിന്നുള്ള ബയേഴ്സിന്റെ ഒരു പവർ ആയിരുന്നു. ബയേഴ്സിന്റെ പവർ ഇവിടെ കാരണം മാർക്കറ്റ് ഏകദേശം ഈ റേഞ്ചിൽ അപ്സൈഡ് പോയി ക്ലോസും ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളായി, അഗെയിൻ മാർക്കറ്റ് ഫാളായി. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വീക്കിലെ 2 ദിവസങ്ങളിൽ നടന്ന സംഭവം. അപ്പോൾ ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു റിയാക്ഷൻ നമുക്ക് കാണുമ്പോൾ, ഈ ഒരു റിയാക്ഷൻ കാണുമ്പോൾ ഇതിന് ഇവിടെ എന്താണെങ്കിൽ നല്ല ഒരു ബൈയിങ് പവർ ഉണ്ടായിരുന്നു, അതിനെ ബീറ്റ് ചെയ്തിട്ടാണ്, അതിനെ ഓവർകം ചെയ്തിട്ടാണ് സെല്ലേഴ്സ് ഇവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിയാക്ഷൻ മീൻസ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ ഡൗൺ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ നല്ല ബയേഴ്സ് ഉണ്ടായിരുന്നു, സോ അവരിനെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു ബ്രേക്കർ സെറ്റപ്പിലെ ഇവിടെ ഡൗൺ സൈഡ് എൻട്രി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് എവിടം വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഈ ICTയുടെ OB വരെ പറ്റും. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് ഈ ഒരു ഫാള് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ വേറൊരു വെച്ചാൽ നമ്മളിപ്പോൾ ഇത് 4 അവറിലോട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, 4 അവറിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ 4 അവർ OB ഉണ്ടല്ലോ, 4 അവറിലെ ICT OBന്റെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് അപ്സൈഡിലോട്ട് പോയിരിക്കുന്നത്. എന്നാലും 50% ഒന്നല്ല, ആകെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ വന്നുള്ളൂ. നമുക്ക് ഈ ഒരു ഫാവ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു OBO എൻട്രിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു OB നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ മാർക്കറ്റ് ഫാൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ചോദിച്ചാൽ, ഓൾറെഡി ഈ ICT ലോബിന്റെ അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട്, ഐ മീൻ ഫെയർ വാല്യൂ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്പിലോട്ട് പോയതെങ്കിൽ പോലും മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും ഒരു ഡൗൺ വരാനുള്ള ഹൈ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു നമ്മൾ 4 അവറിലെ ഒരു ഡോഞ്ചിനെ, അതായത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഓർഡർ ബ്രേക്കർ ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് കിടക്കുന്നത് ഇവിടെയുള്ള ഒരു 4 അവറിന്റെ ICT OB ആണ്. ഈ 4 അവറിന്റെ ICT OB എന്ത് ചെയ്തിട്ടില്ല, മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉണ്ട് ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഇവിടെയുള്ള എല്ലാ ഓർഡർ ബ്ലോക്കും നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അൺമിറ്റിഗേറ്റഡ് ആണ്. അഗെയിൻ മാർക്കറ്റ് ഫാൾ ചെയ്തിട്ട് തിരിച്ച് കയറിയ സമയത്ത് നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അഗെയിൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫാൾ ചെയ്തു, ഇവിടെ നിന്നാണ് ഫാൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കിട്ടാൻ, ഈ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് പോകാനുള്ള ഹൈ ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു OB എന്നാണ്. ഓക്കെ, ഇതൊരു SMC ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? മോസ്റ്റ്ലി മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് ഡൗൺ സൈഡ് തന്നെ പോകാനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു 1:1 റേഷ്യോ നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബ്രേക്കർ വരെ നമുക്ക് എടുക്കാം. ഇപ്പോൾ 1:3940 ഒക്കെയാണ് നമുക്ക് റിയാക്ഷൻ കിട്ടുള്ളൂ, ഈ ഒരു ബ്രേക്കർ വരെ.
മാർക്കറ്റ് അധികം താഴേക്ക് പോകാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. നമുക്ക് ഇനിയും ഒന്ന് ടൈം ഫ്രെയിം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് റിവാർഡ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഓക്കെ, ഞാൻ 4 hour നേരെ 1 hour പോവാണ്. 1 hour ഓൾറെഡി റിയാക്ഷൻ കിട്ടി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ICTയുടെ തന്നെ ഒരു 1 hour OB എന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബ്രേക്കർ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് റിയാക്ഷൻ എൻട്രീസ് മാത്രമേ നമ്മൾ ക്യാച്ച് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡൗൺ സൈഡ് ആന്റിസിപ്പേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഫുൾ ത്രോട്ടിൽ എൻട്രീസ് എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഏരിയ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാക്ട് നമുക്ക് ഈ ഒരു ഏരിയ വരെ നമുക്ക് ഇത് വെക്കാനും എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഇവിടെ കയറ്റി വെക്കാനും SL കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നമുക്ക് 1:1.2 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും. ഓക്കെ, പിന്നെ എന്നാലും മാനുവലി ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ട് SL ഇതിന്റെ മേലെ കൊണ്ടുവയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു ഡൗൺ സൈഡ് എൻട്രി എക്സ്പെക്ട് ചെയ്യാം. എഗെയിൻ മാർക്കറ്റ് ഇവിടെ വന്ന് റിയാക്ട് ചെയ്ത് അപ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുത്ത് ഓരോ സിങ്സും നമ്മൾ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ലോങ് എൻട്രി നമ്മളിപ്പോൾ കറന്റ് പ്ലാൻ ചെയ്യുന്നില്ല. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള എൻട്രീസ് മാത്രമാണ്. ഓരോ ലോവർ ഹൈയിൽ നിന്നുമാണ് നമ്മൾ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നത്. ലൈക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള എൻട്രീസ് ആയിരിക്കും ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു എൻട്രി എടുക്കാനാണെങ്കിൽ നമ്മൾ ഏത് പോർഷൻ വെച്ചിട്ട് ഇപ്പോൾ എൻട്രി പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിൻ റേറ്റ് കൂടും. അതുകൊണ്ടാണ് വിൻ റേറ്റ് മീൻസ് ഒരു ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 50 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. സോ എഗെയിൻ ഒരു ഹൈ കൂടി പോകാനുള്ള മാർക്കറ്റ് പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അഗെയിൻ ഇവിടെ ഒരു ഫാബ് കറന്റ് ഉണ്ട്. സോ ഇതൊരു ലാസ്റ്റ് റിജക്ഷൻ, അഗെയിൻ റിജക്ഷൻ, ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ എന്തുണ്ട്, ഒരു ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ മേലെ നമ്മൾ വെക്കുന്നത്. സേഫ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ മേലെ വെക്കുന്നതാണ്. സോ ടാർഗറ്റ് നമുക്ക് 1:1 കിട്ടുന്നില്ല, 0.54 ആണ് നമുക്ക് ഇത് കിട്ടുക, റിസ്ക് റിവാർഡ് കിട്ടുക. എൻട്രി പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ പറയുന്ന SL ഏകദേശം 1:1 വരുന്ന പോലെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ 1:1 റെഡി അല്ല. ഓക്കെ, ഞാൻ സേഫറിൽ തന്നെ വെക്കുകയാണ്. ഇവിടെ നിന്ന് ഞാനൊരു എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ട്. ഡൗൺ സൈഡിലോട്ടാണ് എക്സ്പെക്ടേഷൻ വരുന്നത്.